മുതിർന്ന നേതാക്കളായ ജി സുധാകരനെയും ആയിഷ പോറ്റിയെയും സമകാലിക രാഷ്ട്രീയ നിലപാടുകളിൽ CPM-ൽ ചർച്ച സജീവമാണ്. അമ്പലപ്പുഴയിൽ ജി സുധാകരനും കൊട്ടാരക്കരയിൽ ആയിഷ പോറ്റിയും UDF സ്ഥാനാർത്ഥികളാകുമെന്ന പ്രചരണം കോൺഗ്രസ് കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട്. ഈ രണ്ടുപേരും അടുത്ത കാലത്ത് കോൺഗ്രസ് വേദികളിലുമെത്തി. പരസ്യമായി CPM വിരുദ്ധത രണ്ടുപേരും പറയുന്നില്ല. പക്ഷേ പാർട്ടി വിടില്ലെന്ന തരത്തിലാണ് സുധാകരനും ആയിഷ പോറ്റിയും എല്ലാ പ്രതികരണം നടത്തിയതെങ്കിലും കോൺഗ്രസിന് അനുകൂലമായ നിലപാടുകളാണ് ഇവർ രണ്ടുപേരും ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും CPM-ന് സംശയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പ്രധാന നേതാക്കളെയും CPM ഗൗരവത്തിൽ നിരീക്ഷിക്കുകയാണ്. അതിനിടെ CPM-മായി അകന്നു നിൽക്കുന്ന പല നേതാക്കളെയും കോൺഗ്രസ് നേതൃത്വം സമീപിക്കുന്നുണ്ട്. 2 ടേം MLA പദവി നിഷേധത്തിൽ പിണങ്ങി നിൽക്കുന്നവരാണ് അടുപ്പിക്കാൻ നോക്കുന്നത്. CPI-ലെ നിരവധി സമാന ചിന്താഗതിക്കാരുണ്ട്. ഇവർക്ക് വേണ്ടിയും കോൺഗ്രസ് വല വിരിക്കുന്നതായി CPM കണക്ക് കൂട്ടുന്നു. ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ ആയിഷ പോറ്റി പങ്കെടുത്താണ് അഭ്യൂഹങ്ങളും ചർച്ചകളും സജീവമാക്കിയത്. അമ്പലപ്പുഴയും കൊട്ടാരക്കരയും CPM-ന്റെ ഉറച്ച നിയമസഭാ സീറ്റുകളായാണ് പാർട്ടി പരിഗണിക്കുന്നത്. എന്നാൽ ഈ രണ്ടിടത്തും അട്ടിമറി വിജയം കോൺഗ്രസ് ലക്ഷ്യമിടുന്നുണ്ടെന്നും അതിനുള്ള സാധ്യത 100-ൽ 80% ഉറപ്പുള്ളതാണെന്നും കോൺഗ്രസ് വിലയിരുത്തുന്നുണ്ട്.